Assalamu alaikum. Welcome back to my YouTube channel. ഇന്ന് ഞാൻ നിങ്ങളുടെ മുമ്പിൽ വന്നിട്ടുള്ളത് ഒരു അടിപൊളി കുക്കിംഗ് വീഡിയോ ആയിട്ടാണ്. നല്ല രുചിയുള്ള മീൻ പൊള്ളിച്ചത് എങ്ങനെ നമുക്ക് വീട്ടിൽ തയ്യാറാക്കാനാകും. ഞാൻ എൻ്റെ വീട്ടിൽ വളർത്തുന്ന മീനിനെയാണ് ഞാനതിന് ഉപയോഗിക്കുന്നത്. കീടനാശിനിയൊന്നും ഉപയോഗിക്കാത്ത നമുക്ക് വിശ്വസിച്ച് കഴിക്കാൻ സാധിക്കുന്ന മീനാണ് ഞാൻ ഉപയോഗിക്കുന്നത്. മീനെ നന്നായി നമ്മൾ വൃത്തിയാക്കി അതിൻ്റെ വാലും അതുപോലെ തന്നെ മറ്റുള്ള മുള്ളുകളുമൊക്കെ നീക്കി അതിൻ്റെ മാലിന്യങ്ങളൊക്കെ കളഞ്ഞ് നമ്മൾ വൃത്തിയായിട്ട് കഴുകണം. അതിലെല്ലാ അഴുക്കുകളും മാറ്റി നന്നായി വൃത്തിയായി കഴുകി ശരിയാക്കി വെക്കണം. ഇനി അതിലേക്ക് വേണ്ട സാധനങ്ങൾ കുറച്ച് പുളിയില വേണം, അതുപോലെ ചെറുനാരങ്ങയുടെ ഇല വേണം, അതുപോലെ തന്നെ അതിലേക്ക് നമ്മുടെ വീട്ടിലുള്ള മാവിൻ്റെ ഇലല്ലേ അത് കുറച്ച് വേണം, അതുപോലെ തന്നെ കുറച്ച് പച്ചമുളക്, കരിവേപ്പില, അതുപോലെ അതിലേക്ക് വേണ്ട കുറച്ച് മല്ലിയിലയാണ്, അതുപോലെ തന്നെ കുറച്ച് ഇഞ്ചിയും 2 തക്കാളിയുമാണ് വേണ്ടത്. നമുക്ക് ഇത് അരച്ചെടുക്കാം. മല്ലിയിലയും അതുപോലെ തന്നെ നാരങ്ങൻ്റെ ഇലയും അതുപോലെ തന്നെ മാവിൻ്റെ ഇലയും പച്ചമുളകും അതുപോലെ ഇഞ്ചിയും അതുപോലെ ചെറിയ ഉള്ളിയും വെളുത്തുള്ളിയും ഒക്കെ ഇട്ട് നമുക്ക് മിക്സിയിൽ നന്നായിട്ട് നമുക്ക് അരച്ചെടുക്കണം. നമ്മൾ എല്ലാ ചേരുവകളും അതിലിട്ടതിന് ശേഷം നല്ല രൂപത്തിൽ കുഴമ്പ് രൂപത്തിൽ അത് നമുക്ക് റെഡിയാക്കി വെക്കുക. ഇനി നമുക്ക് ചെയ്യാനുള്ളത് മീനും നമുക്ക് പൊരിച്ചെടുക്കണം. ആദ്യം ഒരു പാത്രം എടുത്തു. നമ്മൾ അതിലേക്ക് കുറച്ച് 2 ടീസ്പൂൺ മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ഉപ്പ് പാകത്തിന് നമ്മൾ ഇട്ടു. അതുപോലെ തന്നെ അതിലേക്ക് 2 ചെറുനാരങ്ങ പിഴിഞ്ഞെടുത്ത് അതിൻ്റെ നീര് കൂടി മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ ഈ മീനിൻ്റെ ഇറച്ചിയിലേക്ക് ഈ ചേരുവകളൊക്കെ പെട്ടെന്ന് പിടിച്ചെടുക്കും. നന്നായി നമ്മൾ മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ കഴുകി വെച്ചിട്ടുള്ള മീൻ നമ്മളിതിലിട്ടുകൊണ്ട് നന്നായി മിക്സ് ചെയ്യുക. മസാലകളൊക്കെ എല്ലായിടത്തും വരുന്ന രൂപത്തിൽ മിക്സ് ചെയ്ത് ഒരു അരമണിക്കൂറെങ്കിലും നമ്മൾ ഫ്രീസറിൽ കൊണ്ടുവെക്കണത്, എങ്കിലേ ഇത് പിടിച്ചെടുക്കുള്ളൂ. ഇനി നമുക്കിത് പൊരിച്ചെടുക്കാം. സാധാരണ നമ്മൾ മീൻ പൊരിക്കാറുള്ള രൂപത്തിൽ നമുക്ക് ചട്ടിയിൽ വെച്ച് നന്നായി പൊരിച്ചെടുക്കണം. നെരിയുന്നത് വരെ പൊരിച്ചെടുത്ത് നന്നായി വേവിച്ചെടുക്കുക. അപ്പോഴതിന് ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. ഇനി നമുക്ക് അതിലേക്ക് ആവശ്യമുള്ളത് തക്കാളിയും ഉള്ളിയും ഒക്കെ അരിഞ്ഞു വെച്ചത്, കരിവേപ്പില, മല്ലിയില ഇതൊക്കെ റെഡിയാക്കുക. കുറച്ച് വെളിച്ചെണ്ണ നമ്മൾ ചട്ടി അടുപ്പത്ത് വെച്ച് അതിലേക്ക് ഒഴിച്ച് അതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിട്ടുള്ള സവാള ഇട്ട് കൊടുക്കുക. സവാള നന്നായിട്ട് വഴറ്റിയെടുക്കുക. സവാള നന്നായി വഴറ്റിയതിന് ശേഷം അതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിട്ടുള്ള തക്കാളി ഇട്ടുക. തക്കാളി നന്നായി ഇളക്കി നന്നായി മിക്സ് ചെയ്യുക. നന്നായി മിക്സ് ചെയ്തതിന് ശേഷം നേരത്തെ നമ്മൾ അരച്ചെടുത്ത ചേരുവകൾ മല്ലിയിലിട്ട് നേരത്തെ നമ്മൾ അരച്ച് വെച്ചിട്ടുള്ള ചേരുവ ഇടണം. ഉപ്പ് പാകത്തിന് നമുക്കതിലേക്ക് ഇടാം. എന്നിട്ട് എല്ലാം കൂടി നേരത്തെ നമ്മൾ മിക്സിയിൽ അടിച്ച് വെച്ചിട്ടുള്ള ചേരുവകൾ ഇതിലേക്ക് ഇട്ട് നന്നായി ഇളക്കിയെടുക്കണം. എന്നിട്ട് നമുക്ക് വാഴയില വാട്ടിയെടുത്തതിന് ശേഷം അതിലേക്ക് മസാലകൾ ഇടുക. ആദ്യം അതിനുശേഷം അതിലേക്ക് മീൻ വെച്ചതിന് ശേഷം അതിൻ്റെ മുകളിലേക്ക് എന്ത് ചെയ്യുക, കുറച്ചും കൂടി മസാലകളൊക്കെ ഇട്ട് റെഡിയാക്കി വെച്ച കുഴമ്പ് രൂപത്തിലാക്കി വെച്ച ആ മസാല ഇട്ടതിന് ശേഷം ആ വാഴയില നന്നായി പൊതിഞ്ഞെടുത്ത് ചെറിയ വാഴയുടെ ഇല കയറുകൊണ്ട് തന്നെ അത് കെട്ടിയെടുത്ത് ഭദ്രമായി വെച്ചതിന് ശേഷം ഇത് നമുക്ക്
ഒന്നും കൂടി നമുക്ക് ചട്ടിയിൽ വെച്ച് ഒന്നുകൂടി പൊള്ളിച്ചെടുക്കണം. ഇതിൻ്റെ മസാലകളൊക്കെ ഇതിൻ്റെ മീനിലേക്ക് പിടിക്കാനാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ നന്നായിട്ട് നമ്മളെന്ത് ചട്ടിയിൽ വെച്ചിങ്ങനെ പൊരിച്ചിങ്ങനെ എടുക്കുമ്പോഴല്ല അതൊരു മണം ഇങ്ങനെ വരും. എന്താ അതിൻ്റെ ടേസ്റ്റ്! നിങ്ങൾക്ക് വായിൽ വെള്ളം മൂറുന്ന നല്ല വിഭവമായിക്കൊണ്ട് വീട്ടിലൊന്ന് പരീക്ഷിച്ച് നോക്കാം. കീടനാശിനിയൊന്നും ഉപയോഗിക്കാത്ത, മനസ്സറിഞ്ഞുകൊണ്ട് വിശ്വസിച്ച് നമുക്ക് കഴിക്കാൻ സാധിക്കും. നമുക്ക് ഊണിലേക്കും അതുപോലെ തന്നെ മറ്റുള്ള ചപ്പാത്തിയിലേക്കും ഒക്കെ നമുക്ക് ഇത് ഉപയോഗിക്കാൻ സാധിക്കും. നിങ്ങളൊക്കെ ഇതൊന്ന് വീട്ടിൽ നിന്ന് പരീക്ഷിച്ച് നോക്കുക. നിങ്ങൾക്കിത് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. എങ്കിൽ ഞാനിടുന്ന എല്ലാ വീഡിയോയും നിങ്ങൾക്ക് സമയത്ത് കിട്ടും. ഓക്കെ, അസ്സലാമു അലൈക്കും.